എന്നിട്ട് മന്ത്രി പറയുന്നത് ഇത് എന്താ അവസരം മുതലാക്കിയതാണോ അതല്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ മന്ത്രി ചോദിക്കുക. പ്രതി പോലും കുറ്റം സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. എനിക്ക് കിട്ടുന്ന വരം ശരിയാണോ എന്നെനിക്ക് പ്രതി പോലും കുറ്റം സമ്മതിച്ച ഒരവസ്ഥയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ഈ രൂപത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. ആ മകൻ മരിച്ചതിനെക്കുറിച്ച്, അതിന്റെ പ്രതികളെ പിടിക്കുന്നതിനെക്കുറിച്ച്, അതിൽ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇതുപോലൊരു പ്രസ്താവന നടത്തിയത് ഏറ്റവും ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഒരു നിലമ്പൂരുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും എന്നെ അടക്കം ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇതിൽ കൃത്യമായി ഇതിന്റെ നടപടികൾ ഉണ്ടാവണം. അത് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. അതിനുവേണ്ടി സമരം നടത്തിയത് ഞങ്ങളാണ്. പ്രതികളെ പിടിക്കാനുള്ള കാരണം തന്നെ വാസ്തവത്തിൽ ഞങ്ങളൊരു സമരം ഇന്നലെ നടത്തിയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇത് വീണ്ടും തട്ടി നീക്കി കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ശ്രമം. മാത്രമല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് ഒരു കാര്യം. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ട് ഇതുപോലത്തെ പ്രസ്താവന നടത്തുന്ന മന്ത്രി എത്ര നിരുത്തരവാദിത്തപരമാണ് പറയുന്നത്. അതിന് മന്ത്രി മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് എന്റെ ഒരു ആവശ്യം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ ആവശ്യമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് പകരം നിലമ്പൂരുകാരനെന്ന നിലയിൽ ഞാൻ പറയുന്നു, നിലമ്പൂരിന്റെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവൂ. 3 മാസം മുൻപാണ് തൊട്ടടുത്ത് കാരക്കോട് പുത്തിരിപ്പാടത്ത് ഇതേപോലൊരു മരണമുണ്ടായി. കുഞ്ഞുട്ടൻ 3 മാസം മുൻപ് എത്രയെത്ര ജീവനുകളാണ് ഞങ്ങളെ പൊലിഞ്ഞു പോയത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അനാസ്ഥ സംഭവിക്കുന്നു? 1ഉം 2ഉം പേരല്ല, എത്രയോ പേർ. ഞങ്ങൾക്കറിയാം, എന്റെ നാട്ടിൽ നിലമ്പൂര് ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് മരിച്ചത് ഇങ്ങനെയാണ്. എത്ര പേരാ നിലമ്പൂര്? എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു ഗവൺമെന്റ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. അല്ലാതെ ഇത്തരം പൊതുവായ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാവുകയാണ് ആവശ്യം ഞങ്ങൾക്ക്. എവിടെ നിലമ്പൂരുകാർ വേദനിക്കുന്നൊരവസ്ഥാവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ബോധപൂർവം ചില പ്രസ്താവനകളുമായിട്ട് വരേണ്ടവരല്ല ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച്. എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ UDF സമരം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതികളെ പിടിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ UDF സമരം നടത്തി. ആ സമരം അവിടെ നിന്ന് സമരം നിർത്തി വെക്കാനുള്ളൊരു കാരണം തന്നെ പ്രതികളെ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ ഈ സമരം നിർത്തൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ സമരം നിർത്തിയത്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത്. എന്നിട്ട് ആ സമരം നടത്തിയ ആളുകളെ ഇവർ ചെയ്തതെന്താ? ഒരു വാനിൽ കയറ്റി, ആ വാനിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ, UDFന്റെ പ്രവർത്തകരെ അതിക്രൂരമായി വാനിലിട്ട് മർദ്ദിച്ചു. മണിക്കൂറുകളോളം വല്ല വാഗൻ ട്രാജഡി പോലെ സംഭവിക്കുമായിരുന്നൊരവസ്ഥയിലേക്ക് പോയി. ആ വാനിലിട്ട് മർദ്ദിക്കുക. ഷംസീർ പാത്തിപ്പാറ എന്ന് പറയുന്ന ഞങ്ങളുടെ UDFന്റെ പ്രവർത്തകനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കൊടഞ്ഞു വീണു. ഈ പോലീസിനെ മർദ്ദനമേറ്റ് നെഞ്ചിനാണ് ഇടിച്ചത്. നെഞ്ചിന് ചവിട്ടിയിട്ട് ആ ഷംസീർ നിലത്ത് വീണു. ആ ഷംസീർ ആശുപത്രിയിലുണ്ട്, നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ. എന്നിട്ടാണോ പറയുന്നത് ആ സമരം കൂടി ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ പ്രതികളെ ഇവർ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നില്ല. ഇവിടുത്തെ സ്ഥിതി അതാണ്. ഇതൊക്കെ ഇവരുടെ സഹായം കൊണ്ട് ഗവൺമെന്റിന്റെ ഒത്താശയോട് കൂടി നടക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിലൊക്കെ നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിനതീതമായി
വലിയ പ്രതിഷേധമുണ്ട്. കോൺഗ്രസ് ആസൂത്രണം ചെയ്താണെന്ന് പരിശോധിക്കണമെന്നാണ്. ഈ അറസ്റ്റിലായ ആളുടെ ഫോൺ രേഖകൾ നോക്കണം, സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമുണ്ടോ നോക്കണം. അങ്ങനെ UDF-ലേക്ക് ഇത് അന്വേഷണം വഴിതിരിച്ചുവിടുന്ന ശ്രമമാണ്. മറുപടി പോലും അർഹിക്കാത്ത പ്രസ്താവന. ഇതുപോലെ ദാരുണമായ ഒരു അന്ത്യം നമ്മുടെ ഒരു മോനുണ്ടായിട്ട്, നിലമ്പൂരുകാരുടെ മകനുണ്ടായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണോ വേണ്ടത്? അവ അന്വേഷിച്ചാൽ പോരെ അവർക്ക്? അത് ഞങ്ങളോട് പറയേണ്ട കാര്യം. വനമന്ത്രിയുടെ പ്രസ്താവന അത് പൂർണ്ണമായും നിരുത്തരവാദപരമാണ് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. വനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനോട് പ്രതികരിക്കാനില്ല എന്നുകൂടി പറയുകയാണ്. അത്തരം പ്രസ്താവനകളല്ല ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ UDF സമരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പ്രതിയെ പിടികൂടുകയില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആര്യാടൻ ഷൗക്കത്ത് വിശദീകരിക്കുന്നു. ഈ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്.